ഗൾഫ് ഓഫ് ഒമാനിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമായി കൃത്യം 2 ദിവസങ്ങളോളമായി ഇറാൻ നടത്തുന്ന മിലിറ്ററി ഡ്രിൽ, അത് നേവിയുടെയാണ് മിലിറ്ററി ഡ്രില്ലെന്ന് പറയുന്നത്. നമുക്കറിയാം, ഇസ്രയേലുമായി 12 ദിവസത്തെ യുദ്ധ സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇതാദ്യമായാണ് വീണ്ടും ഇറാൻ മിലിറ്ററി ഡ്രില്ലുമായി സേനാ അംഗങ്ങൾ നാവികസേനയുടെ നേതൃത്വത്തിൽ മിലിറ്ററി ഡ്രില്ല് നടത്തുന്നത്. ഈ ഡ്രില്ല് വളരെയധികം നേവിയെ വീണ്ടും വീണ്ടും പുഷ്ടിപ്പെടുത്താനും അവരെ ഉത്തേജിപ്പിക്കാനും തന്നെയാണ്. കാരണം നമുക്കറിയാം, ആർമിയെ മാത്രമല്ല നേവിയെയും എയർഫോഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് ഡിഫൻസ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. എല്ലാ രാജ്യങ്ങളും ആ രീതിയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. ഇവിടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷവും പ്രത്യാക്രമണം നടത്തേണ്ട സാഹചര്യമുണ്ട് എന്നും, വേണ്ടി വന്നാൽ ഇസ്രയേലിനെ കടന്നാക്രമിക്കുന്ന സാഹചര്യം വന്നാൽ പോലും അതിന് മടിച്ചു നിൽക്കില്ല എന്നുള്ളതാണ് ഇറാന്റെ പരമോന്നതകാരിയായി അയത്തുള്ള അൽ ഖമനി പറഞ്ഞിരിക്കുന്നത്. ഖമനി 2 കാര്യങ്ങൾ കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്ന്, ഇപ്പോൾ ഫലസ്തീൻ്റെ സ്വതന്ത്ര പദവി അത് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ പോലും അംഗീകരിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രയേലും അമേരിക്കയും നടത്തുന്ന നീതികേട്, അവർ ഫലസ്തീനെ വിമോചിപ്പിക്കാൻ തയ്യാറല്ല ഒരു കാരണവശാലും എന്ന് പറയുന്നതിനെ അംഗീകരിക്കാൻ കഴിയില്ല. ഫലസ്തീൻ, അവിടുത്തെ ജനത, അവർ അനുഭവിക്കുന്ന സമാനതകളില്ലാത്ത ദുരന്തം അത് ഈ ലോക മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിക്കുകയാണ്. ഒരുപക്ഷെ ഉക്രൈനെതിരെ റഷ്യ നടത്തുന്നത് വലിയ തോതിലുള്ള അധിനിവേശമാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും വീണ്ടും സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ, ഗാസത്തുരുത്തിലെയും ഗാസയിലെ പോർമുഖത്ത് നിരാലംബരായി നിരായുധരായി വിശന്ന് വയറൊട്ടി നിൽക്കുന്ന കുരുന്നുകളെ ടാർഗറ്റ് ചെയ്യുന്ന പിശാചുക്കളെ പോലെ പ്രവർത്തിക്കുന്ന ഇസ്രയേലി സൈന്യത്തെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റിന് യാതൊന്നും പറയാനില്ല, നെഗറ്റീവായി ഒന്നും തന്നെ പറയാനില്ല. ഈ ഇരട്ടത്താപ്പ് പൊളിച്ചെടുക്കാൻ ഇറാന്റെ കൂടെ തന്നെ നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നായിട്ടുള്ള റഷ്യയും മുന്നോട്ട് തന്നെയാണ് വരുന്നത്. ഇറാൻ ഇപ്പോൾ എന്തുകൊണ്ടാണ് സൈനിക അഭ്യാസം ഉൾപ്പെടെ 10 മടങ്ങ് ശക്തിയായി വീണ്ടും പുനഃസ്ഥാപിക്കാനും അത് കണ്ടിന്യൂ ചെയ്യാനും ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ വളരെ വ്യക്തമാണ്. ഇറാൻ ശക്തി അത് ഏതെല്ലാം രീതിയിൽ എടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായി ഇതിനെ കണക്കാക്കാം. നിലവിലെ സാഹചര്യങ്ങളെല്ലാം ഇറാന് അനുകൂലമായി വരുന്ന അവസ്ഥയിലാണ്. അമേരിക്ക ഉൾപ്പെടെ ഇറാന്റെ നാശം ആഗ്രഹിക്കുന്ന പല രാജ്യങ്ങളും ഇപ്പോൾ പല രീതിയിലും പ്രതിരോധത്തിലാവുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് സാധാരണമല്ല, അസാധാരണമായ വിഷയമാണ്.